പ്രിയദർശിനി സൗജന്യ യാത്ര സർക്കാർ ആൾമോസ്റ്റ് അനൗൺസ് ചെയ്തു. ജൂൺ 15 മുതലായിരിക്കും അത് പദ്ധതി നടപ്പിലാക്കുക. ഒന്നാം ഘട്ടമായി ഓർഡിനറി ബസ്സുകളിലാണ് ഇത് കൊടുക്കുന്നത്. എന്നാൽ പോലും 10,000-ഓളം ബസ്സുകളുണ്ട്. പ്രതിമാസം 70 കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിന് വരുന്നത്. ഇതൊരു വെൽഫെയർ സ്കീം ആയതുകൊണ്ട് KSRTC കയ്യിൽ നിന്ന് 5 പൈസയും പോവില്ല. അപ്പോൾ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലും സെലക്റ്റഡ് ആണ്, എല്ലാ ബസ്സിനും ഇല്ല, ദീർഘദൂര ബസ്സുകൾക്കില്ല. അത് പ്രായോഗികമല്ല, ഒരു സ്റ്റേറ്റിലും പ്രായോഗികമല്ല, ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും പ്രായോഗികമല്ല. ഇവരിപ്പോൾ ഒന്നാം ഘട്ടമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും അടുത്ത ഘട്ടങ്ങളിലേക്ക് പോവുക പ്രായോഗികമല്ല. പക്ഷെ പോകുമെന്ന് നമുക്കറിയില്ല. കാരണം ഇത് തന്നെ 70 കോടി രൂപ ഒരു മാസമാകുമ്പോൾ 860 കോടി രൂപയാണ് മിനിമം ഒരു വർഷത്തിലേക്ക് പോകുന്നത്. മാത്രമല്ല 70 കോടി എന്ന് ഇവർ കണക്കാക്കിയിരിക്കുന്നത് ഇപ്പം ജനങ്ങൾ കയറുന്നത് കണക്കാക്കിയിട്ടാണ്. മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സൗജന്യമായ ഒരു സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ചു നിൽക്കും. അന്നദാനം, വീട്ടിൽ എല്ലാ ഭക്ഷണവും വയ്ക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ അന്നദാനം ഉണ്ടെങ്കിൽ നമ്മൾ ഇടിച്ചു നിൽക്കും. അല്ലാതെ ദൈവത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് വയ്ക്കാം. ഒരിക്കൽ തമാശയുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിൽക്കുന്നൊരു മാവ്, ഇപ്പം ആ മാവില്ല, മാവ് ഇടയ്ക്ക് പൂക്കും. മാവ് പൂത്തപ്പോൾ, ഒരു പ്രാവശ്യം മാവ് പൂത്തപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയത്ത് കുറേ മാങ്ങ വന്ന് താഴെ വീണു. നല്ല മഴ, ചാറ്റൽ മഴ, ചെറിയ മഴയുണ്ട്. ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു വനിത, ഞാൻ പേരൊന്നും പറയുന്നില്ല, പൊസിഷനും പറയുന്നില്ല, ഒരു റിട്ടയർ ആയിപ്പോയി, കുറേ വർഷം മുമ്പാണ്. വളരെ പെട്ടെന്ന് അവർ കോടയെ മടക്കി ചാടി വീണ് ഈ മാങ്ങ പറക്കി ആക്സിഡൻറ്റ് പറ്റി. സെക്രട്ടേറിയറ്റ് ജോലിയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 5-10 മാങ്ങ വാങ്ങാനൊക്കെ പൈസ ഉള്ളവരാണല്ലോ, വളരെ പാവപ്പെട്ടവരല്ലോ. പക്ഷേ സൗജന്യമായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ടങ്ങ് എടുക്കുകയാണ്. അത് മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. ഫ്രീ ആയിട്ട് കിട്ടിയ വിഷവും കഴിക്കുമെന്നാണ് മലയാളിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് സൗജന്യമാകുമ്പോൾ 70 കോടി നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അതറിയില്ല. പക്ഷേ കണക്കൂട്ടാൻ പറ്റും KSRTCക്ക്. തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഞാൻ തമിഴ്നാട്ടിൽ ഈ വീട്ടുകാരുമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ ടിക്കറ്റ് തരും. പക്ഷേ 0 ആയിരിക്കും ടിക്കറ്റിൽ അടിച്ചിരിക്കുന്നത്. സ്ഥലം അടിക്കും, 0 അടിച്ചിട്ട് തരും നമുക്ക് ടിക്കറ്റ്. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കയറി പാളയത്ത് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ പേരക്കട ഇറങ്ങുകയാണെങ്കിൽ, ലോക്കൽ ബസ്സിലാണെങ്കിൽ, ഓർഡിനറി ബസ്സിലാണെങ്കിൽ തിരുവനന്തപുരം തമ്പാനൂർ പേരൂർക്കടയിൽ നിന്ന് അതിനകത്ത് അടിക്കും, കോഡടിച്ചിട്ട് നമുക്ക് ടിക്കറ്റ്. അപ്പോൾ 0 ആയിരിക്കും, പൈസ വാങ്ങിക്കില്ല നമ്മളേന്ന്. പക്ഷേ അവർക്ക് പിന്നെ കണക്കൂട്ടി എടുക്കാൻ പറ്റും, ഇത്ര ദൂരത്തിൽ എത്ര പേർ സഞ്ചരിച്ചു എന്ന്. അപ്പോൾ അവർക്ക് എമൗണ്ട് കണക്കൂട്ടി എടുക്കാൻ പറ്റും കമ്പ്യൂട്ടർ വഴി. അപ്പോൾ അങ്ങനെ ഒരു മാസം എത്ര കോടി രൂപ ആകും എന്ന് കണക്കൂട്ടി ഇപ്പോൾ അവർ വച്ചിരിക്കുന്നത് ഒരു 70 കോടി രൂപയെങ്കിലും. അതൊരു ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിക്സ് ആണ്, പക്ഷേ അത് റിയൽ ഡേറ്റ അല്ല. റിയൽ ഡേറ്റയിന് വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഓർഡിനറി ബസ് സിറ്റികളിൽ, തിരുവനന്തപുരം, കൊല്ലം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഓർഡിനറി ബസ് കൂടുതലാണ്. പക്ഷേ മലബാർ പോലുള്ള സ്ഥലങ്ങളിൽ, പ്രൈവറ്റ് ബസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓർഡിനറി ബസ് കുറവാണ്. ഒരു 28% ഓർഡിനറി ബസ് ഉള്ളൂ. ഇവിടെ വരുമ്പോൾ 28 സിറ്റിയിലൊക്കെ വരുമ്പോൾ കൂടുതൽ ഓർഡിനറി ബസ്സാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലപ്പുറം പോലുള്ള ജില്ലകളിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമോ എന്നൊരു ചോദ്യം പത്രക്കാർ ചോദിച്ചപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു. അതിനാണ് പറഞ്ഞത്, ഇതൊരു ഫസ്റ്റ് ഫേസ് ആണ്. 1-2 മാസം ഇതൊന്ന് പഠിക്കുകയും അതിനൊരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ വയ്ക്കുകയും അധിക വരുമാനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ KSRTCയിൽ പരസ്യങ്ങൾ വയ്ക്കാൻ പോകുന്നു. KSRTC ബസ്സിൻ്റെ സീറ്റ് ഉണ്ടല്ലോ, സീറ്റിൻ്റെ പിറകിൽ, നമ്മൾ ട്രെയിനിലും അതുപോലെ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലെ സീറ്റിൻ്റെ പിറകിൽ നമുക്ക് പരസ്യം വയ്ക്കാൻ പറ്റും, സൈഡിൽ പരസ്യം വയ്ക്കാൻ പറ്റും. നല്ല കാശ് കിട്ടുന്നതാണ്. എത്രയോ ബസ്സുകളുണ്ട്. അപ്പോൾ KSRTCയുടെ സ്റ്റാൻഡുകളിൽ വലിയ പരസ്യ ബോർഡുകൾ വയ്ക്കാൻ പറ്റും. അപ്പോൾ പരസ്യം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചാൽ. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മറ്റ് പല രൂപത്തിലുള്ള ടൂർ പാക്കേജുകൾ, ബഡ്ജറ്റ് ടൂർ, ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് KSRTC. അതുപോലെ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ച് കല്യാണ ഓട്ടത്തിന് ഫ്രീ കൊടുക്കുക, ടൂറിന് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ബൾക്ക് ഓർഡറുകളൊക്കെ പിടിച്ച് അങ്ങനെ വലിയ വ്യത്യസ്തമായ വെഴ്സറ്റൈലായിട്ടുള്ള ഡൈവേഴ്സായിട്ടുള്ള നിരവധി പ്രോഗ്രാമുകളിലൂടെ KSRTCയുടെ വരുമാനം കൂട്ടുകയും ചെലവ് മിതപ്പെടുത്തുകയും കൃത്യമായ പുതിയ പാറ്റേൺ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പാക്കേജിലേക്കാണ് പോകുന്നത്. പക്ഷേ അതിന് പറ്റിയ ഒരു മന്ത്രിയുമാണ് CP ജോൺ. തലയ്ക്ക് ഈ ഒരു വിഷനുള്ള ഒരു മന്ത്രിയാണ്. കാരണം പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹം നല്ല വിഷണറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്ത് ആളുകൾക്ക് ഘട്ടം ഘട്ടമായി ബാക്കിയുള്ളത് ആലോചിക്കും. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഒരു വഞ്ചനയും ചതിയൊന്നും ഇതിനകത്തില്ല. തമിഴ്നാട്ടിൽ അങ്ങനെയാണ്, കർണാടകത്തിലും എല്ലാ ബസ്സുകളിലും കിട്ടത്തില്ല. പക്ഷെ ആളുകൾക്കറിയാം ഇന്ന ബസ്സിലാണ് കിട്ടുക എന്ന്, ഇന്ന കളർ ബസ് അല്ലെങ്കിൽ ഇന്ന ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് അവർക്കറിയാം. അപ്പോൾ അതനുസരിച്ച് അത് വരുമ്പോൾ അവർ കയറും. അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ല, ദീർഘദൂരം പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സാമ്പത്തികമായി മെച്ചമുള്ളവരായിരിക്കും വളരെ ദീർഘദൂരം യാത്ര ചെയ്യുന്നത്. ടൂർ പോകുന്നവർ, ഇപ്പോൾ മൂന്നാറിലേക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് വണ്ടി വിടാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വേണ്ട എന്താണ്?
പാവപ്പെട്ട ആളുകൾ, പിന്നെ ഹരിതകർമ്മസേനക്കാർ, തൊഴിലുറപ്പുകാർ, പിന്നെ എല്ലാ ഓഫീസുകളിലെയും സാധാരണ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അറ്റൻഡർമാർ, ഡ്രൈവർമാർ, പ്യൂണന്മാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവർ, പിന്നെ മെഡിക്കൽ കോളേജിൽ പോകുന്ന ആളുകൾ, ക്യാൻസർ സെൻ്ററിൽ പോകുന്ന ആളുകൾ, റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ പോകുന്ന ആളുകൾ, SUT പോകുന്ന ആളുകൾ, പിന്നെ ഹോസ്പിറ്റലുകളിൽ പോകുന്ന ആളുകൾ, അങ്ങനെ ലോക്കലായി യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പെട്ടെന്ന് പൈസ കയ്യിൽ വേണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് ആനുകൂല്യം കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു സമൂഹത്തിലെ സകല ജനങ്ങൾക്കും കൊടുക്കേണ്ട കാര്യമില്ല. അത് ശരിക്കും എൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ ഒരു ആവശ്യമില്ല, അങ്ങനെ ഒരു സൗജന്യത്തിൻ്റെ ആവശ്യമില്ല. ഒരിടത്തും ഇല്ല അങ്ങനെ സൗജന്യം. ഡൽഹിയിലുണ്ട് സൗജന്യം, പക്ഷേ എല്ലാവർക്കും അല്ലല്ലോ. അപ്പോൾ ഡൽഹിയിലുണ്ട്, പിന്നെ തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, പല സ്റ്റേറ്റുകളിലുമുണ്ട്. അവിടെയെല്ലാം വെൽഫെയർ സ്കീമാണിത്. അതുകൊണ്ട് സർക്കാരാണ് ഇതിൻ്റെ ബാധ്യത ഏറ്റെടുക്കുന്നത്. അല്ലാതെ KSRTCക്ക് ഇതിനകത്തൊരു ബാധ്യതയില്ല. അവർക്ക് ആ പൈസ എത്ര ആളുകൾ കയറുമോ അതിനുള്ള തുക കണക്കാക്കി എല്ലാ മാസവും ശമ്പളത്തിന് മുമ്പേ അവരുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പോകും. അപ്പോൾ ഗവൺമെൻറ് പ്രതിസന്ധിയിലാവും ആണെങ്കിൽ, ഇതിൻ്റെ പേരിൽ ആരെങ്കിലും പ്രതിസന്ധിയിലാവണമെങ്കിൽ ഗവൺമെൻറ്റാണ് ആവുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ജനങ്ങൾ കൂടുതൽ ടാക്സ് കൃത്യമായി കൊടുക്കുക, ടാക്സ് അടയ്ക്കുന്ന ആളുകൾ ടാക്സ് കൃത്യമായി കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ ബില്ലും വൗച്ചറും പേയ്മെൻറ്റ് എല്ലാം കറക്റ്റാക്കി കുറേ കൂടി ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആവുകയാണല്ലേ ഗവൺമെൻറ് ചുമ്മാ വാടക കൂട്ടി അല്ലെങ്കിൽ ബസ് യാത്രയുടെ ചാർജ് കൂട്ടി ജനങ്ങളിൽ എപ്പോഴും അധിക ഭാരം മാത്രം ഏൽപ്പിക്കുന്ന ഗവൺമെൻറ് ആയിട്ടല്ലല്ലോ ഇത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വെൽഫെയർ സ്കീം വന്നിരിക്കുകയല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ജനങ്ങളും പോകേണ്ടതാണ്, ഒത്തുകൂടേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിൽ പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാനത് മന്ത്രി കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്, നമ്മൾ ഓപ്പണായി പറയുന്നുള്ളൂ. ഇപ്പോൾ 81 രൂപ ചാർജ് ഉണ്ട് ചിലയിടത്ത് 79 രൂപയുണ്ട്. ഈ 79നെ 80 ആക്കണം, 81നെ 80 ആക്കണം, റൗണ്ട് ചെയ്യാം. ഇപ്പോൾ 90 രൂപയൊക്കെ കഴിക്കുന്നതിനെ 100 ആക്കാം. നമ്മളൊരു ആട്ടോയിൽ കയറിയാൽ നമുക്ക് പിന്നെ മിനിമം 40 രൂപ കൊടുക്കണം. പക്ഷേ ബസ്സിൽ കയറിയാൽ 10 രൂപ കൊടുത്താൽ മതി. അത് സംബന്ധിച്ച് 10 അല്ലെങ്കിൽ 12 രൂപ കൊടുക്കണം. അതേസമയം ദീർഘദൂരത്തേക്ക് പോകുമ്പോൾ 80 രൂപ എന്നുള്ള 100 രൂപ ആക്കിയ വിഷയമല്ല. നിത്യം ആളുകൾ അങ്ങനെ പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള റൗണ്ടിങ് പരിപാടിയിലേക്ക് ഗവൺമെൻറ് പോയാൽ തന്നെ വലിയൊരു വ്യത്യാസം ആളുകൾക്ക് ഈസിയാണ്. 81 രൂപ എന്ന് പറഞ്ഞാൽ 1 രൂപ കൊടുക്കാനും പാട്, 9 രൂപ കണ്ടക്ടർക്ക് തിരിച്ചു തരാനും പാട്, 92 എന്ന് പറഞ്ഞാൽ 8 രൂപ തിരിച്ചു തരാൻ പാട്, 2 രൂപ കൊടുക്കാൻ പാട്, വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ കൂടുതലും ബസ് യാത്ര ചെയ്യുന്ന ആളാണ്. ഈ റെയിൽവേക്കാൾ കൂടുതൽ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കിത് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 രൂപ 1 രൂപ അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് തരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്ത് അത് വലിയ കാര്യമല്ല, ഈ കാലഘട്ടത്തിൽ വലിയ കാര്യമല്ല. 90 രൂപ കൊടുത്ത് ഒരാളിന് കൊട്ടാരക്കര പോകാമെങ്കിൽ 100 രൂപ വാങ്ങുന്നത് വലിയ കാര്യമല്ല. 10 രൂപ എന്നുള്ള ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചാൽ. പക്ഷേ KSRTC സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങൾ കോടികൾ വരും. അതൊന്നും ഒരു ചാർജ് വർധനയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ പക്ഷേ ഇപ്പോൾ ഉടനെ ചാർജ് കൂട്ടിയ ഉടനെ ആളുകൾ ബഹളം ഉണ്ടാക്കും, സമരം ചെയ്യും, പ്രതിപക്ഷം, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ചാർജ് കൂട്ടണമെന്നല്ല നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് അതല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതൊരു പീപ്പിൾ ഫ്രണ്ട്ലി ആയി KSRTCയെ കൊണ്ടുപോവുകയും അങ്ങനെ പീപ്പിൾ ഫ്രണ്ട്ലി ആകുമ്പോൾ വനിതാ ഫ്രണ്ട്ലി ആയി, ലേഡി ഫ്രണ്ട്ലി ആയി, വിമൻ ഫ്രണ്ട്ലി ആയി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ഫേസിലാണ് ഇതിപ്പോൾ വരുന്നത്. സെക്കൻഡ് ഫേസ് വരട്ടെ, തേർഡ് ഫേസ് വരട്ടെ, ഓരോ ഫേസും വരട്ടെ. അങ്ങനെ വനിതകൾക്ക് ഉള്ള സൗജന്യം കിട്ടട്ടെ. തീർച്ചയായിട്ടും ഇപ്പോൾ 1ാം ഘട്ടത്തിൽ പ്രിയദർശിനി എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് ബിഗ് ക്ലാപ്പ് വരട്ടെ. ഇത് പഠിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ ബാക്കി നോക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരാളിന് അവസരം കൊടുത്തില്ലേ, ഒരു മുന്നണിക്ക് അവസരം കൊടുത്തതല്ലേ, അപ്പോൾ അവർ ചെയ്യട്ടെ. അതിനൊരു കുഷൻ ടൈമും ഒരു ബോണസ് പീരീഡും കൊടുക്കണ്ടേ. നമ്മൾ ഉടനെ തന്നെ സകല കാര്യത്തിലും ഇപ്പോൾ BJPയുടെ മഹിളാ മോർച്ചക്കാർ ചെയ്ത കണക്ക് ഭരണത്തിൽ വന്നില്ല. ഭരണത്തിന് മുമ്പേ മെയ് 15-ന് മന്ത്രിസഭ അധികാരമേൽക്കുന്ന മുമ്പേ ഇവിടെ സമരം ചെയ്തു. വല്ല കാര്യമുണ്ടോ? അവസാനം അവർ ജനങ്ങളുടെ മുന്നിൽ നാറി. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് വരട്ടെ. അപ്പം എന്നിട്ട് ഇത് ആവശ്യമില്ലാത്ത വാശിയും പിടിവാശിയും കാണിച്ചാൽ ജനങ്ങൾ തിരിഞ്ഞു നിൽക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വല്ലാതെ സമരവും ബഹളം ഉണ്ടാക്കുന്നതിലൊരു കാര്യമില്ല. തീർച്ചയായിട്ടും ഗവൺമെൻറ് വളരെ ഗൗരവമായി ഘട്ടം ഘട്ടമായി പഠിച്ചു ചെയ്യുമെന്ന് പറയുന്നതിനെ തൽക്കാലം നമുക്ക് വിശ്വാസത്തിലെടുക്കാം.